ശരണ്യ അല്ല ഇന്ന് ഓണപ്പരിപാടി തുടങ്ങിയ വീട്ടിൽ അപ്പൊ ഒരു ദിവസം മുന്നേ നമ്മള് തിരുവോണം ആഘോഷിച്ചു. തിരുവോണ സദ്യ ഇന്നാണ്, നമുക്ക് പൂരാടത്തിന്റെ അന്നാണ് നമ്മുടെ തിരുവോണം. അപ്പൊ നമ്മള് ഒരു ദിവസം മുന്നേ, നമ്മൾ ഒരു ദിവസം അല്ല 2 ദിവസം മുന്നേ, കാര്യം ഉത്രാടം നാളെയാണ്. ഉത്രാടത്തിന്റെ ഞങ്ങൾ ഉണ്ടാകത്തില്ല, ഞങ്ങള് പഴനി പോവുകയാണ്. അപ്പൊ ഇതൊരു ടൂർ പ്രോഗ്രാം ആയിട്ടാണ്. പിന്നെ നമ്മുടെ അമ്മ എന്താണ് തിരിഞ്ഞു നിക്കുകയാണ്. അമ്മ കണ്ടാ കിട്ടുകാരെ അങ്ങനെ സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മളെ ശരണ്യ എന്നെ അടിക്കാണ്, അവിയല് കഷ്ണം ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ. കണ്ടാ കിട്ടുകാരെ അതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്ത്. അച്ഛൻ ഇതൊന്നും നോക്കുന്നില്ലേ? അതെ ചെമ്പരത്തി പൂച്ച അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ആകും, പിന്നെ അത് വെച്ച് കഴിയും. അപ്പൊ അച്ഛൻ എന്നാത്തിനാണ് ചെയ്യണത്? ഓ സദ്യയിലുള്ളതാണല്ലോ കാബേജ് തോരൻ. അപ്പൊ ശരണ്യ വേറെ ഇവിടെ എന്തൊക്കെ വെച്ച് നമ്മുടെ കൂട്ടുകാരൊന്ന് കാണിക്കട്ടെ. 3 അച്ചാർ ഇട്ടിട്ടുണ്ട്. അച്ഛാ ഒരു നിമിഷം ഒന്ന് പറഞ്ഞോട്ടെ, അല്ലേ ഒച്ച കേക്കിയ ആണോ? കൂട്ടുകാരെ നല്ല അടിപൊളി ഉള്ളിക്കറി, എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. പിന്നെ ഇനി വേറെ എന്നാണ്? ഇഞ്ചിക്കറി. ഇതേ കണ്ടാ, ഇഞ്ചിക്കറി അടിപൊളിയായിട്ട് ഇഞ്ചിക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 3 സൈസ് അച്ചാറായി, ഉള്ളിക്കറിയായി, ഇഞ്ചിക്കറിയായി, രസവും ഉണ്ട്. അപ്പൊ പിന്നെ അവിയല്, സാമ്പാർ. നമ്മൾ ഒത്തിരി ഐറ്റം ഒന്നും തൊടുകറികൾ ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം എന്ന് വെച്ചെന്നാ നമ്മള് ഇല കൊള്ളാത്ത ഐറ്റം കറികൾ ഉണ്ടായിരുന്നു. നമ്മള് എന്നാലും ഉണ്ട്. അല്ല കട്ടിപ്പരിപ്പും അത് ഇതൊന്നും വേണ്ട കേട്ടോ, വെറുതെ വേസ്റ്റ് ആയി. വേണോ? നമുക്ക് അമ്മയുടെ ആഗ്രഹമാണ്, വിട്ടുകൊടുത്തേക്കാം. അമ്മ പറഞ്ഞപ്പോ ഒരു കോള് വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കട്ടാക്കിയത്. കട്ടിപ്പരിപ്പ് കൂടി വേണോന്നാണ്. അതെ, എന്നാലും ഒരു കോള് വന്നോണ്ടാ. പിന്നെ കട്ടിപ്പരിപ്പ് കൂടി അമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ അല്ലേ? എന്തിനും നമ്മൾ തയ്യാറല്ലേ? പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ പിണങ്ങരുത്. ഫുള്ള് പാചകത്തിന്റെ വീഡിയോ ഇന്ന് കാണിക്കാൻ സാധിക്കത്തില്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. കാരണം ഒത്തിരി ഐറ്റം കടകളിൽ ഇന്ന് എത്തിക്കാനുണ്ട്. അപ്പൊ അത് തന്നെ ഞാൻ കാണിച്ചു തരാം. അത്ര ഐറ്റം എത്തിച്ചു കൊടുത്തിട്ടൊക്കെ. അപ്പൊ ആ നേരത്ത് ബാക്കിയുള്ള കറികളൊക്കെ നിങ്ങൾ വെക്കുക. അല്ലേ, സാമ്പാറും അവിയലൊക്കെ ഞങ്ങള് കടയിൽ സാധനം എത്തിക്കണ നേരത്ത് നിങ്ങൾ വെച്ച് വെക്കും. പായസം വെക്കണം കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ എവിടം വരെ ഓണം? അതെ, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ചേട്ടനും കുടുംബവും ഒക്കെ എത്തും. അവര് ഉച്ചക്ക് അതെ നാളത്തേക്ക് പോകാൻ വേണ്ടി അവര് ഓരോ കാര്യങ്ങളൊക്കെ അടുപ്പിക്കാനൊക്കെ പോയിരിക്കുകയാണ്. കൂട്ടുകാരെ കണ്ട, ഇങ്ങനെ ഓരോ കടയിലേക്കും ചീട്ടൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇനി അവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഇത് എത്തിക്കണ നേരത്ത് ബാക്കി പാചകം ഇവിടെ നടക്കട്ടെ. അച്ഛാ, ഈ ക്യാബേജിന് അരിഞ്ഞു തീർന്ന അല്ല എന്താണെന്നാ? ഇതില് ചോപ്പ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ വരുമല്ലേ? പിന്നെ അച്ഛനെ ഇന്ന് പാചകത്തിന് വിളിക്കണ്ട, ഞാനും അച്ഛനും കൂടി ഈ സാധനമൊക്കെ എത്തിക്കേണ്ട പാട്ടിൽ എത്തിക്കട്ടെ. സദ്യയാണ്, ബാക്കി നിങ്ങൾ ചെയ്തു. നമുക്ക് പോയിട്ട് വരാം അച്ഛാ. എന്നാ ശരി. തന്നെയാ അല്ലേ, ഞങ്ങള് സെയിൽ കഴിഞ്ഞ് വന്ന നേരം കൊണ്ട് നിങ്ങളെല്ലാം റെഡിയാക്കിയ.
കൂട്ടുകാരെ ഇത് കണ്ട അതെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട എല്ലാം മേശപ്പുറത്താക്കി അല്ലേ, ഡൈനിങ് ടേബിളെ എല്ലാ ഐറ്റവും ആക്കി. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അച്ഛാ അവര് രണ്ടുപേരും കൂടി ഇതേ പായസത്തിന്റെ പരിപാടിയിലേക്ക്. അമ്മ സേമിയോ വെക്കണം അല്ലേ? സേമിയ വറക്കണം. സേമിയ പായസാണെന്ന്. അതെ അപ്പൊ കണ്ട എന്താണ് ചെറിയ അതെ നേരാണ്. പാലൊക്കെ ഒഴിച്ച് വേവിച്ചോണ്ടിരിക്കുകയാണ് കണ്ട. ഓ അപ്പൊ ഇത് ഒന്ന് വെന്തിട്ടൊക്കെ കാണിച്ചു തരാം അല്ലേ കൂട്ടുകാരെ? അങ്ങനതെ നമ്മുടെ ഇന്ന് ഓണാഘോഷത്തിന് ഒരു 2 പേര് പുതിയ ആൾക്കാർ കൂടിയുണ്ട്. ആരാന്നൊന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ അക്കയുടെ ഒന്ന് പറഞ്ഞു. ഇത് നമ്മുടെ അനിയത്തിയുടെ കുഞ്ഞ്, അതായത് ഞങ്ങളുടെ കുഞ്ഞ്. ഇത് അമ്മയുടെ അനിയത്തി. പിന്നെ നമ്മുടെ സോജി അണ്ണനെ പറയണ്ടല്ലോ. അതെ അണ്ണനും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണപ്പനും അച്ചിക്കുട്ടിയൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ട് മേടിക്കാൻ പോയിരിക്കുകയാണ്. അതെ അപ്പൊ ഇനി അങ്ങോട്ട് ഓണസദ്യ റെഡിയാക്കിയാൽ മതി. എല്ലാം റെഡിയായിരിക്കുകയാണ് കൂട്ടുകാരെ. അങ്ങനെ അതെ നമ്മുടെ അമ്മയും അച്ഛനും കൂടി ഇലയൊക്കെ വെട്ടി അല്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് സദ്യ വിളമ്പിയാക്കാം. ഓണസദ്യ ഞങ്ങൾ 2 ദിവസത്തിന് മുന്നേ കൂട്ടുകാരെ അങ്ങനെ അതെ ഓണത്തിൻ്റെ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് ഓണസദ്യ കഴിക്കാനുള്ള ആ ഒരു തിരക്കിലാണ്. അപ്പൊ ഇനി എല്ലാരും കൂടി ഇരുന്നിട്ടേ കഴിക്കാൻ തുടങ്ങുള്ളൂ. ശരണ്യ ഏതാണ്ടൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കും. ചിപ്സ് ആണോ വിളമ്പണ? അതാകുമ്പോ നമ്മുടെ ഐറ്റം തന്നെയാണല്ലോ. അതെ എല്ലാരും തിരക്കിലാണ്. അമ്മതേ അടുക്കളയിൽ നിന്ന് ഒരേ സാധനം എടുക്കണം. ശരണ്യ അതെ പഴമൊക്കെ ആയിട്ട് പോകും. അങ്ങനെ നമ്മുടെ ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ പായൊന്നും ഇല്ലാത്ത കാരണം പേപ്പറാണ് കേട്ടോ ഇരിക്കാനായിട്ടൊക്കെ എടുത്തിരിക്കണത്. പണ്ടൊക്കെ ഈ സദ്യ കഴിക്കുമ്പോഴുണ്ടല്ലോ കുഞ്ഞിലെ നമ്മളായിട്ട് പറയുവേ ചോറ് മൊത്തം കഴിച്ചാലേ പായസം തരുവുള്ളെന്ന് പറയും. പണ്ട് ഞങ്ങളോട് പറയണ, നിങ്ങളോടൊന്നും ഒരാരും പറഞ്ഞിട്ടില്ല. അക്കയോട് പറഞ്ഞിട്ടുണ്ടോ സദ്യയൊക്കെ ഇരിക്കുമ്പോ ചോറ് മൊത്തം കഴിച്ചാലേ പായസം തരുവുള്ളെന്ന് അല്ലേ? പപ്പടമൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരണ്യത എല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആണാണ് ഓരോ ഐറ്റം ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? പഴമൊന്നും വെച്ചില്ല ഇതില്. വെച്ച നമ്മുടെ എല്ലാ സൗകര്യത്തിലൊക്കെയാണ് നമ്മൾ സദ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യ ഇനി ചോറ് വെക്കാൻ സ്ഥലമില്ലല്ലോ ഇതില്. ആണല്ലേ? അല്ല എല്ലാ കറികളും നിരത്തി വെച്ചിരിക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇഷ്ടാനുസരണം എടുക്കാനായിട്ട് നമ്മുടെ അച്ഛൻ്റെ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ സദ്യ കഴിക്കാനായിട്ടൊക്കെ തുടങ്ങി. നമ്മുടെ കണ്ണപ്പനൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ പേര് പറഞ്ഞില്ല, നമ്മുടെ കുഞ്ഞെന്നല്ലേ പറഞ്ഞോളക്ക. പേര് ആലോചിച്ചെടുത്തല്ലേ. അപ്പൊ അതെ നമ്മുടെ ചേട്ടന് എല്ലാരും കൂടെ ഇരുന്നു. അതെ അപ്പൊ കൂട്ടുകാരെ നിങ്ങളെല്ലാരും ഇതുപോലെ ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാരും നല്ല സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതെ നമ്മുടെ അച്ഛൻ്റെ ആ നേരത്ത് പായസം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട അടിപൊളി പായസം. അപ്പൊ ഇനി അച്ഛനും അമ്മയും കൂടി എല്ലാം എടുത്തു വെച്ചു ഇരിക്കുകയാണ്. അപ്പൊ ഇനി അവരിവിടെ ഇരുന്ന് കഴിയുമ്പോഴാണ് എല്ലാരും നല്ല ശമ്പളക്കുടുക്കിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അമ്മ ഇരിക്കണ ഇരിപ്പ് കണ്ട അതാണ്. അപ്പൊ എല്ലാരും അങ്ങനെ സദ്യ കഴിക്കാൻ പോണു. ചിറ്റയുടെ പേര് പറഞ്ഞില്ലല്ലോ. അതെ അതെ ചിറ്റയുടെ വീട്ടിൽ നിന്ന് ഇന്നൊന്ന് സ്വയംവരമൊക്കെ നടത്തിയത്, രുക്മിണി സ്വയംവരമൊക്കെ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഹാപ്പി ആയിട്ട് ഞങ്ങൾ 10 പേരുണ്ട്. അപ്പൊ 10 പേരും കൂടി അങ്ങനെ ഹാപ്പി ആയിട്ട് ഓണാഘോഷം.
അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. നല്ലതാണെന്ന് കഴിച്ചു നോക്കട്ടെ. ശരണ്യ ചോദിക്കുന്നത് നല്ലതല്ലേ, പിന്നെ എന്നാ പറയുന്നത്, നല്ലതാണ്. ശരണ്യ അമ്മയും വെച്ച ഐറ്റം സൂപ്പർ ആണെന്ന് തന്നെ പറയാം. ചോറ് മൊത്തം തിന്നാലേ പായസം കുടിക്കാവുള്ളൂ. ഞങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അമ്മേ ഇച്ചൂടെ അടുത്തിരുന്ന് കഴിക്കാമ്മ. അതാ വർഷത്തിൽ ഒരിക്കലല്ലേ താഴെ ഇരുന്ന് നമ്മള് കഴിക്കാറുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും താഴെ ഇരുന്ന് കഴിക്കണം. അതാണ് അതിന്റെ ഒരു ഇത്. അല്ലാതെ നമ്മള് വരിക അമ്മ തിരുവാൻ പോയിട്ട് നിന്നല്ലേ വരിക. വീഡിയോ എടുക്കണമെങ്കിൽ ഇപ്പൊ എടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ രൂപം കൂട്ടുകാരെ കറി എന്നാക്കെ ഒന്ന് പരിചയപ്പെടുത്തിയില്ല. നമ്മളിത് തോരൻ, പിന്നെ തോരനുണ്ട്, ഒരു ബീട്രൂട്ട് പച്ചടിയുണ്ട്, അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. ഇതെന്നാണെന്ന് എനിക്കറിയാം. ആ പിന്നെ ബീട്രൂട്ട് അച്ചാറ്, ഉള്ളിക്കറി, ഇഞ്ചിക്കറി, അവിയല് എല്ലാം ഉണ്ട്. മോര് എല്ലാ സാധനമായിട്ടുള്ള. അപ്പൊ ഞങ്ങള് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാണിച്ചു. അങ്ങനെ നമ്മുടെ കണ്ണപ്പം പായസം കുടിക്കാൻ തുടങ്ങി. പായസം അടിച്ചോ കണ്ണപ്പം? അല്ല, നമ്മുടെ കണ്ണപ്പനാണ് സദ്യയില് ആദ്യം പായസം കുടിക്കാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ എന്നാ ഒന്നൊഴിച്ചേ അച്ഛാ. നമ്മുടെ കണ്ണപ്പന് പായസം കൊടുത്തേച്ചാ. നമ്മുടെ അപ്പേന്റെ അപ്പേന്ന് പറയുന്ന അച്ഛനെയാണ് കേട്ടാ. പായസം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരണ്യ ചോറ് മതിയാക്കി. കണ്ട ഇത് കണ്ട കൂട്ടുകാരെ, ചോറ് തള്ളി മാറ്റി വെച്ച് നമ്മുടെ ശരണ്യ പായസം കുടിക്കാൻ പോയാണ്. ആ എന്നാ ശരി. അപ്പൊ അങ്ങനെ കണ്ട എല്ലാരും പായസത്തിന്റെ പുറകെ ആയി. സദ്യയുടെ ലാസ്റ്റ് ഘട്ടം കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ പായസം അങ്ങോട്ട് കുടിക്കാനായിട്ട് പോവുകയാണ്. ശരണ്യക്ക് പഴെടുത്ത് അത് തിരുമിയൊക്കെ അങ്ങോട്ട് കുടിക്കണം. ഇവിടെ പായസം വെക്കട്ടെ? മതി. അപ്പൊ ഞാനും ഇച്ചിരി അങ്ങനെ ഇച്ചിരി പായസം. മുന്തിരി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കണം. അതിലെ മുന്തിരി വേണ്ട, മതി. അപ്പൊ ഇങ്ങനെ ഒന്ന് കുടിച്ചു നോക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടാ. ചെറിയ ചൂടയുടെ പുറത്ത് നല്ല മഴയുണ്ട്. പായസം കൂടെ നമുക്ക് പായസം കൂടെ അല്ല, നല്ല അടിപൊളി പായസം. അത് ശരണ്യയുടെ മോഡൽ നാരങ്ങ അച്ചാറും നമ്മുടെ അമ്മയും കഴിക്കുന്നുണ്ട്, അച്ഛനും എല്ലാരും. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതെ. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഞങ്ങളുടെ സദ്യയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അതുപോലെ നമ്മുടെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാം. അപ്പൊ നല്ലൊരു വീഡിയോക്ക് വേണ്ടി ബൈ.